പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷൻ UG CAP 2026 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യുന്നതാണ്. നാളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ പ്രക്രിയ ഈ വരുന്ന ജൂൺ 17 മുതൽ ജൂൺ 22 വരെയുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ജൂൺ 17 മുതൽ ജൂൺ 26 വരെയുള്ള സമയത്ത്. ആ സമയത്തുള്ള പ്രത്യേകമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ: അപേക്ഷ നമ്പർ യൂസർ ID ഉപയോഗിച്ച് നിങ്ങളുടെ CAP അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ CAP അക്കൗണ്ട് അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്യാൻഡ് ആക്സസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ കൊടുത്താൽ നമുക്ക് അക്കൗണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷനുകൾക്കെതിരെ ഏതെങ്കിലും കോളേജിൽ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾ 10-15 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു കോളേജിന് നേരെ വില്ലിങ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വില്ലിങ്നെസ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലഭ്യമായ വില്ലിങ്നെസ്സിൽ ഏറ്റവും അഭികാമ്യമായ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷനുള്ള വില്ലിങ്നെസ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുക. നിങ്ങൾക്ക് നേരെ ചിലപ്പോൾ 1-2 ഒക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വില്ലിങ്നെസ് ഉള്ളത് എന്ത് ചെയ്യുക? അഭികാമ്യമുള്ള കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ വില്ലിങ്നെസ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. സർവകലാശാലക്ക് അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായിട്ട് അടക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ജനറൽ വിഭാഗത്തിന് ആണ് ഇതിൻ്റെ സർവകലാശാല ഫീസ്. ജനറൽ വിഭാഗത്തിന് 1695 SC/ST വിഭാഗങ്ങൾക്ക് 50 രൂപയുമാണ്. അങ്ങനെ ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനും കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ കുറേ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകളുടെ ഇതുണ്ടാവും. അതിൽ നമുക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തോടുകൂടി ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാനുള്ള ഭാഗത്തേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ആ ഭാഗത്തേക്ക് പോയാൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക. ജനറൽ വിഭാഗത്തിന് 1695, SC/ST വിഭാഗത്തിന് 50 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീസ്. പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ അസരരേഖകളുമായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകാം. അങ്ങനെ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് കോളേജിൽ പോയി ഹാജരാകാം. പ്രവേശന നടപടികൾ: കോളേജിൽ നിന്ന് സ്ഥിരീകരണ സ്ലിപ്പ് കൈമാറ്റുക. ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: താൽക്കാലിക പ്രവേശനത്തിന് യാതൊരു സംവിധാനവും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. എല്ലാ പ്രവേശനവും സ്ഥിര പ്രവേശനങ്ങളായിരിക്കും. കോളേജുകൾ രേഖപ്പെടുത്തുന്ന വില്ലിനെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലിനെസ് രേഖപ്പെടുത്തിയ 24 hours ആണ് അത് സജീവം. അതിനാൽ ഏറ്റവും അഭികാമ്യ ഓപ്ഷനിലെ വില്ലിനെസ് 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ, 24 മണിക്കൂറിന് നമുക്ക് അഭികാമ്യമായ ഓപ്ഷനിലെ വില്ലിനെസ് 24 മണിക്കൂറിന് സ്വീകരിക്കാം. സർവകലാശാല ഫീസ് അടയ്ച്ച അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് 22/6/2026 വരെ കോളേജിൽ പ്രവേശനം. നമ്മൾ വില്ലിനെസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഫീസ് അടക്കണം 24 മണിക്കൂറിനുള്ളിൽ. ആ വിദ്യാർത്ഥികൾക്ക് 22/6/2026 വരെ കോളേജിൽ പ്രവേശനം നേടാം. നിലവിലെ റാങ്ക് ലിസ്റ്റിന് 22/6/2026 വരെ മാത്രമേ പ്രാബല്യം. ഓരോ കോളേജിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. നമ്മൾക്ക് നേരെ ഓരോ കോളേജിലെയും റാങ്ക് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ മാത്രമേ ആ റാങ്ക് ലിസ്റ്റിന് ആ ദിവസം നമ്മളൊരു 10 കോളേജ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 5 കോളേജ് ആയിരിക്കും നമ്മളെ റാങ്കിൽ അവിടെ ഉണ്ടാവുക. അതിൽ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഈ നിലവിലുള്ള റാങ്കിന് 22. ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന് 22/6/2026 വരെ മാത്രമേ പ്രാബല്യം. അതിനുശേഷം 2 അലോട്ട്മെന്റിനുള്ള പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോളേജും കോഴ്സൊക്കെ കൊടുക്കാൻ സാധിക്കും. കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ അനുയോജ്യമല്ലെന്ന് തോന്നുന്ന പക്ഷം ആ വില്ലിനെ സ്വീകരിക്കേണ്ട നിർബന്ധമില്ല. നമുക്ക് തന്ന ഓപ്ഷൻ കിട്ടും. അത് നമുക്ക് യോജിച്ചതല്ല തോന്നുകയാണെങ്കിൽ ആ വില്ലിനെസ് സ്വീകരിക്കേണ്ട, അത് നമുക്ക് സ്വീകരിക്കേണ്ട നിർബന്ധമില്ല. നമ്മൾ കുറച്ച് ഓപ്ഷനുകൾ ഇപ്പോൾ എനിക്ക് എൻ്റെ നേരെ A എന്നുള്ള കോളേജ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, B എന്ന കോളേജ് ചാൻസ് ഉണ്ട്. അതിലൊക്കെ എനിക്ക് C എന്നതിലുണ്ട്, എന്നാൽ Dയിലില്ല, Eയിലുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 4 എൻ്റെ മുന്നിൽ ഓപ്ഷനുകൾ എനിക്ക് കിട്ടാനുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് 4 നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് 4 ഒഴിവാക്കാനും എടുക്കാതിരിക്കാം. വില്ലിനെ സ്വീകരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം തീരുമാനിക്കുക. നമുക്ക് 4 നമ്മൾ അതിൽ B സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 നമുക്ക് പിന്നെ സ്വീകരിക്കാൻ സാധിക്കില്ല. അത്
കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധാപൂർവം എടുക്കണം. ഒരിക്കൽ സർവ്വശാല ഫീസ് അടച്ച അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്താൽ സ്വീകരിച്ച വില്ലിനെസ് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. നമ്മൾ വില്ലിനെസ് കൊടുത്തു സർവ്വശാലയുടെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വീകരിച്ച വില്ലിനെസ് മാറ്റാൻ കഴിയില്ല. സർവ്വശാല ഫീസ് അടക്കുന്നതിന് മുമ്പ് സ്വീകരിച്ച വില്ലിനെസ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട കോളേജിലേക്ക് ഇമെയിൽ അയച്ച് റദ്ദാക്കൽ അഭ്യർത്ഥിക്കുക, തുടർന്ന് കോളേജുമായി ബന്ധപ്പെടുകയുമാണ്. സർവ്വശാല നമ്മൾ വില്ലിനെസ് കൊടുത്തു, കുറേ കോളേജിന്റെ ലിസ്റ്റ് ഉണ്ടാവും, നമുക്ക് തയ്യാറായിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കുറച്ച് കോളേജിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ വില്ലിനെസ് കൊടുത്തു ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. ഫീസ് അടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടാൻ തോന്നുകയാണെങ്കിൽ ആ കോളേജിലേക്ക് ഇമെയിൽ അയച്ച് അത് റദ്ദാക്കണം. ഓക്കെ. ഏതെങ്കിലും പ്രത്യേക ഓപ്ഷനിലെ വില്ലിനെ സ്വീകരിക്കാൻ കോളേജ് അധികൃതർ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉടൻ സർവ്വശാലയെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ബില്ലിന് അതിൽ നിങ്ങൾ ഈ കോളേജിൽ നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് ഒരു കോളേജിനും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ അറിയിക്കണം. ഇതൊരു പ്രത്യേക രീതിയുള്ള, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ.